നമ്മുടെ എല്ലാവരുടെയും ജീവിതം നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ പണ്ടത്തെ ആൾക്കാർ ജീവിച്ചൊരു ജീവിത ശൈലിയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അല്ല, നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും മാറ്റം വന്നിട്ടുണ്ട്. എല്ലാത്തിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്. പണ്ട് കാളവണ്ടി യുഗമായിരുന്നു, ഇപ്പൊ അങ്ങനെയാണോ? അല്ല. നമുക്ക് പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാറുകളും പേഴ്സണൽ വണ്ടികളും അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ മലയാളികൾക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്താതെ, പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് മലയാളികളുടെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഒരു ഇന്ത്യൻസിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താ, ഇൻവെസ്റ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എഫ് ഡി ആണ് ഏറ്റവും സേഫ്. എഫ് ഡിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ അത് എഫ് ഡി ഇടുക, നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പൊ കാലം മാറി. ഒരു കൊറോണയ്ക്ക് ശേഷം ആൾക്കാർ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഇൻട്രസ്റ്റഡ് ആയി, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സംസാരിച്ചു തുടങ്ങി, ഇതിൽ റിട്ടേൺസ് കിട്ടും എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് അറിഞ്ഞു തുടങ്ങി. കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരാനും തുടങ്ങി. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്നാലും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലാത്ത ആളുകളുണ്ട്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബേസിക് മുതൽ ഒരു ചെറിയ രീതിയിൽ ഒരു അഡ്വാൻസ് ലെവൽ വരെ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് ആണ്, ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയത്തില്ല, നിങ്ങളൊരു പ്യോർ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോസ് ആണിത്. നിങ്ങൾ കൃത്യമായിട്ട് കാണുക, നന്നായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, മനസ്സിലാക്കുക, എല്ലാം എഴുതി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു NT Fin Academy. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞു വരുമ്പോഴത്തേക്കും, എന്താണ് ഒരു സ്റ്റോക്ക്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമല്ല ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കഥയാണ്. ഈ ഒരു കഥയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ കാണാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും വിചാരിക്കുക, നമ്മുടെ എല്ലാവരുടെയും കാര്യം ഓർക്കുക കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങാനായിട്ടിരിക്കുക. എന്തെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, വേണമെങ്കിൽ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അച്ചാർ കമ്പനി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ബിസിനസ് നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു വരിക. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ആദ്യം വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. അതായത് ഇപ്പോൾ തുണിക്കടയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, വീടിൻ്റെ ഒരു ഭാഗം നിങ്ങൾ എന്താണ് എല്ലാം കാണിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്നു, ഓൺലൈനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് നല്ല ഡ്രസ്സസ്, അല്ലെങ്കിൽ ഏറ്റവും ഒരിടത്തും കിട്ടാത്ത കുറേ ഡ്രസ്സസിൻ്റെ കളക്ഷൻസ് ഒക്കെയാണുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ വരാൻ തുടങ്ങി, കുറേ ആൾക്കാർ വന്ന് വാങ്ങാൻ തുടങ്ങി, കുറേ എൻക്വയറീസ് വരാൻ തുടങ്ങി. ആദ്യം എൻ്റെ നാട്ടിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിലെ പറയുകയാണെങ്കിൽ കോട്ടയം, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട് ഓർക്കുക. അപ്പോൾ എൻ്റെ കോട്ടയത്ത് ഞാനിതിങ്ങനെ തുടങ്ങി. അപ്പോൾ കോട്ടയത്ത് നിന്ന് മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി, തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി, ഇടുക്കിയിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലായിടത്തു നിന്നും ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ എന്താണ്, കൂടുതൽ കച്ചവടം വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ കച്ചവടമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്കൊരു കുറച്ചുകൂടെ ബെറ്റർ കട എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു കടയൊക്കെ നോക്കി വെച്ച്, നല്ലൊരു ബിൽഡിംഗ് ഒക്കെ വെച്ച് നല്ലൊരു കട അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും ആൾക്കാർ വരാൻ തുടങ്ങി. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ ബിസിനസ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കേരളത്തിന്റെ പല പല ഭാഗത്തായിട്ട് ഞാനിങ്ങനെ പതിയെ വർഷങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ, ഇതൊന്നും ഒറ്റയടിക്ക് നടക്കുന്നില്ല, വർഷങ്ങളെടുത്ത് ബിൽഡ് ചെയ്ത് വന്നു. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഞാൻ തുടങ്ങിയ എല്ലാ സ്ഥലത്തും കട വമ്പൻ ഹിറ്റ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഇന്ത്യയിൽ ബ്രോഡറായിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുക. ഓക്കെ, എനിക്ക് ഇത്രയും പൈസ ഇല്ല, പക്ഷേ എന്താണ്, ഇന്ത്യ മൊത്തത്തിലൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും വർഷങ്ങളെടുത്ത് എക്സ്പാൻഡ് ചെയ്ത പോലെ പറ്റത്തില്ല. ഇന്ത്യയിൽ മുഴുവനായിട്ട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ബിസിനസ് അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആണ്, അത്യാവശ്യം നല്ല കച്ചവടം വരുന്നുണ്ട്, അത്യാവശ്യം എനിക്ക് സ്വന്തമായിട്ട് വീവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇന്ത്യ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ പൈസ റേസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, നമുക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനൊക്കെ കണ്ട് അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കാം, നമുക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചു, ഇൻ കേസ് ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വന്നിട്ട് അവസാനം അവർ പറയാണ് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, എനിക്കൊരു വോയിസ് അവിടെ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തു. അപ്പം ഞാൻ വെച്ചു, അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം എന്ന് വിചാരിച്ചാൽ അതിന് പിന്നെ അതിലേറെ നൂലാമാലകൾ, ഒരുപാട് നമ്മൾ കുറേ കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വെച്ചു, എന്നാൽ ബാങ്ക് ഓപ്ഷൻ വേണ്ട. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു, എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്,
സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കമ്പനികൾ വരുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക, അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ പൈസ കിട്ടും, അങ്ങനെയുള്ള ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ കമ്പനീനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചെറിയ കമ്പനിയൊന്നുമല്ല കേട്ടോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിൽ എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. അങ്ങനെ വിചാരിക്കുക കേട്ടോ, നിങ്ങൾ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്യുക, ഇതിങ്ങനെ നടക്കും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇങ്ങനെ ഒരു IPO നടത്താം എന്നൊക്കെ ഞാൻ പഠിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ വരെ എത്തിച്ച്, എന്നിട്ട് കുറേ പേര് നമ്മുടെ ഈ കമ്പനിയിൽ വിശ്വസിക്കുന്ന കുറേ പേര് ഇത് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു കമ്പനി എന്ത് ചെയ്യുക, വളർന്നു വരുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുക എന്ന് പറയാം. അതായത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു ലെവൽ എത്തിയിട്ട് അത് ഒരു IPO എന്ന് പറയുന്ന ഒരു പ്രോസസ് ത്രൂ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, കഥയൊക്കെ മനസ്സിലായി, എന്താ ഈ സ്റ്റോക്ക് മാർക്കറ്റ്, എന്താ ഇവിടെ നടക്കുന്നത്, എന്താ ഈ പറഞ്ഞ IPO എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാം. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു പച്ചക്കറി ചന്ത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു മാർക്കറ്റ് പ്ലേസ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു മാർക്കറ്റ് പ്ലേസ്. ഇപ്പോൾ പച്ചക്കറി ചന്ത എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉള്ളത്, എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഉണ്ടാവും. ഓരോരുത്തർ കൊണ്ടുവന്ന് ഓരോരുത്തർ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ് എന്ത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ പച്ചക്കറിയൊന്നുമല്ല സെല്ലും ബൈയും ഒന്നും ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, സ്റ്റോക്കുകളാണ്. അതായത് വലിയ വലിയ കമ്പനികളുടെ സ്റ്റോക്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്ന് മനസ്സിലായില്ലേ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബോർഡ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി എന്ന് പറയുന്നത് നേരെ ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഒരു കമ്പനി എന്ന് പറയുന്നത് നേരെ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ പോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു വന്നാൽ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കമ്പനി ലിസ്റ്റഡ് ആവാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സിന്റെ പേരാണ് IPO. ഓക്കെ, IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇപ്പൊ ഞാൻ എൻ്റെ കമ്പനി വളർന്ന് വലുതാക്കി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കമ്പനി ആലോചിക്കട്ടെ, നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നതായിട്ടൊക്കെ ആലോചിക്കാം. അപ്പൊ നമ്മുടെ കമ്പനി ഇങ്ങനെ വളർന്ന് വലുതായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത്രയും നല്ല പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്, അത്യാവശ്യം നല്ല റിട്ടേൺസ് വരുന്നുണ്ട്, അത്യാവശ്യം എന്താണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നുണ്ടോ, അങ്ങനെയുണ്ട് കേട്ടോ. നമ്മുടെ സൊമാറ്റോ ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ഒരു ലോസ് മേക്കിംഗ് ആയിരുന്നു, എന്നിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനി വരുന്നത് എന്താ, ഏത് പ്രോസസ് ത്രൂ ആണ്, IPO എന്ന് പറയുന്ന പ്രോസസ് ത്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ IPOയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് കുറച്ച് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പ്രോസ്പെക്ടസ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ജാതകം എന്ന് പറയും, ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കമ്പനി ഇത് ഇതിൻ്റെ അധികാരികൾക്ക് അയച്ചു കൊടുക്കും. ഇവരെല്ലാം ഇത് റെഫർ ചെയ്യും. അപ്പോൾ എന്നിട്ട് സെബി എന്ന് പറയുന്ന ആളുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഈ സെബി ഇതെല്ലാം എൻഷുർ ചെയ്ത് നല്ലതാണ്, ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നെല്ലാം എൻഷുർ ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് മാത്രമാണ് IPOയ്ക്ക് സമ്മതിക്കുക. അതായത് വെറുതെ വന്ന് എല്ലാ കമ്പനീസിനും ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ ക്യാഷ് ഫ്ലോ എല്ലാം നമുക്ക് കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും കൃത്യമാണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പല വഴികളുണ്ട് കേട്ടോ. ഡയറക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ വഴികളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് IPO എന്ന് പറയുന്നത്. IPO എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആ ഒരു പേര് തന്നെ കേട്ടോ, IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതായത് എൻ്റെ കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് നമ്മൾ ഒരു പബ്ലിക്കിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IPO മനസ്സിലായില്ലേ? IPO എന്ന് പറയുന്നത് ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനി വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ IPO എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഷെയർസ് നമ്മൾ എന്താണ് പബ്ലിക്കിന് കൊടുക്കുവാണ് ആദ്യമായിട്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ തുണിക്കട, ഇപ്പൊ തുണിക്കടയ്ക്ക് നമുക്ക് ഒരു പേരിടാം, ABC ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു പേരിട്ട് ഒരു തുണിക്കടയാണെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ തുണിക്കടയുടെ ഞാൻ വിചാരിക്കുക ഒരു 30%, ഓക്കെ, ഒരു 30% ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക. അതായത് എൻ്റെ കമ്പനി ഇത്രയും വലുതാണ്, ഇതിൻ്റെ ഒരു 30%മേ ഞാൻ പബ്ലിക്കിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക്കിനുള്ള ഭാഗമായി. അപ്പോൾ ഇത്രയും നാളും പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനി എന്ത് ചെയ്യണം, പബ്ലിക് ആകുന്നതാണ് ഈ IPO എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ 30% എന്ന് പറയുന്ന ഇതുണ്ട്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 30% നമ്മൾ പബ്ലിക്കിന് നമ്മൾ ചിലപ്പോൾ ഒരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ച് ഇന്ന ഷെയർസ്, ഇത്ര ഷെയർസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ IPOയുടെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങൾ, ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇനിയും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ 30% ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ IPO പ്രോസസ് ത്രൂ ആണ് ഇതെവിടെ വരുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുക. അപ്പോൾ ഈ IPO നടക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇത്ര കളക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും റേസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇത്രയും ഷെയർസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അതായത് ഇത്ര ഷെയർസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 1000 ഷെയർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മിനിമം 90% എങ്കിലും ആൾക്കാർ വാങ്ങുവാണെങ്കിൽ, അതായത് നമ്മൾ ഈ IPO കൊടുക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ഷെയർസ് വാങ്ങണമെന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ലേ നമ്മുടെ ഷെയർസ് വാങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങുവാണെങ്കിൽ മാത്രമേ IPO സക്സസ്ഫുൾ ആവുള്ളൂ. മിനിമം 90% ആൾക്കാർ ഇതെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, IPO വിജയിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ IPO വിജയിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് 90%-ൽ താഴെ ആൾക്കാർ മാത്രമേ വാങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് പേരൊന്നും എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അണ്ടർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതായത് IPO ഫെയിൽഡ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അണ്ടർ സബ്സ്ക്രൈബ്ഡ് ആണ്, ആൾക്കാരൊന്നും അത് വാങ്ങിയിട്ടില്ല, അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോകത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ എനിക്ക് 90% ആൾക്കാരും അല്ലെങ്കിൽ 100% ആൾക്കാരും എന്ത് ചെയ്തു, എൻ്റെ കമ്പനിയുടെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് എങ്കിൽ IPO സക്സസ്ഫുൾ ആയി. എന്നിട്ടാണ് ഇതെന്ത് വരിക, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുക. IPO സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുക. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഡയറക്റ്റ് ലിസ്റ്റിംഗ്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ഈ സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പ് ഒക്കെ അറിയത്തില്ലേ, പാട്ടൊക്കെ കേൾക്കുന്ന ഈ സ്പോട്ടിഫൈ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താ ഡയറക്റ്റ് ലിസ്റ്റിംഗ് ത്രൂ ആണ് പോയത്. ഈ IPO പ്രോസസ് ത്രൂ ഒന്നുമല്ല, ഡയറക്റ്റ് ലിസ്റ്റിംഗ് വഴിയാണ് പോയത്. അപ്പോൾ IPO ഒക്കെ കഴിഞ്ഞു. IPO ഒക്കെ കഴിഞ്ഞിട്ട് ഇത് സക്സസ്ഫുൾ ആയി, അതായത് എൻ്റെ IPO സക്സസ്ഫുൾ ആയിട്ട് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന എന്താ, IPO എന്ന് പറയുന്ന പ്രോസസ് ത്രൂ ആണ് എന്ത്, സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഒരു സ്റ്റോക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലല്ല നേരെ ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് എക്സ്ചേഞ്ചുകളിലാണ്. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് താഴെ വരുന്ന ആളാണ് എന്ത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിന് താഴെ വരുന്ന ആളാണ് എന്ത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച്, ഈ എക്സ്ചേഞ്ചുകളാണ് നമ്മുടെ ട്രേഡ്സും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ സങ്കല്പിക്കുക, ഞാൻ അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനും എക്സ്ചേഞ്ചിനും ചിലപ്പോൾ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുക, അതായത് നിങ്ങൾ ഒരു മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു മാർക്കറ്റ്, പച്ചക്കറി ചന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റ് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ സങ്കല്പിക്കുക. അങ്ങനെ ഈ ഷോപ്പിംഗ് മാളിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് ഒരുപാട് കടകളുണ്ടല്ലേ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പല രീതിയിലുള്ള ഇഷ്ടംപോലെ കടകളുണ്ടല്ലേ. അപ്പോൾ ആ ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്ന ആ വലിയ സംഭവം ഇല്ലേ, അതാണ് എന്ത്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പാർട്ടിസിപ്പൻസും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതിൻ്റെ താഴെ വരുന്ന ആളാണ് എന്ത്, ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ചേഞ്ചിൽ എന്താ സംഭവിക്കുന്നത്, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മാളിലെ ഒരു കട പോലാണ്. അതായത് ആ മാളിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കട പോലാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഇവിടെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മേജറായിട്ട് 2 എക്സ്ചേഞ്ചുകൾ ആണുള്ളത്. അതിൽ ഒന്ന് NSE, രണ്ടാമത്തേതാണ് BSE. ഓക്കെ,
ഒന്ന് NSEയും രണ്ടാമത്തത് BSE. ഇങ്ങനെ 2 എക്സ്ചേഞ്ചുകളാണ് നമുക്ക് എവിടെ ഉള്ളത്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിനു മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ എക്സ്ചേഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും കുറയുമ്പോൾ എന്താണ്, അങ്ങനെ പതിയെ ഓരോ എക്സ്ചേഞ്ചുകളായിട്ട് കൂട്ടിപ്പോയതാണ്. അങ്ങനെ ഇപ്പം നമുക്ക് കറന്റ് ഇന്ത്യയിൽ ഈ മേജറായിട്ട് 2 എക്സ്ചേഞ്ചുകളാണുള്ളത്. NSEയും BSEയും ആണ് നമുക്കുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. നമുക്ക് ഇതിലോട്ട് ഇനി വരാം. ഇനി ഈ 2 എക്സ്ചേഞ്ചസിലായിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യണോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യാം. എനിക്ക് NSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യണോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് NSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് 2 എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്യണോ? 2 എക്സ്ചേഞ്ചുകളിലും എനിക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ എന്താണ്, നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ 2 കടകളിൽ ലിസ്റ്റ് ചെയ്യത്തില്ലേ? 2 കടകളിൽ നമ്മുടെ സാധനങ്ങൾ കൊടുക്കത്തില്ലേ? അതായത് ഇപ്പോൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് അതിപ്പോൾ പല ഹൈപ്പർ മാർക്കറ്റിലില്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2 സ്ഥലത്തും നമ്മുടെ കമ്പനീസിനെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരിടത്ത് മതിയെങ്കിൽ ഒരിടത്ത് മാത്രമായിട്ടും നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും BSEയിലായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മുടെ NSE വന്നതിന് ശേഷം കൂടുതൽ കമ്പനീസും NSEയിലും BSEയിലും രണ്ടിലുമായിട്ട് ലിസ്റ്റിംഗ് ആരംഭിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു കഥ വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായി. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ആണ്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് സ്റ്റോക്സ് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു വലിയ മാർക്കറ്റ് പ്ലേസ് ആണ് എന്ത്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പിന്നീട് വരുന്ന ആളാണ് എന്ത്, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബൈയിങ് സെല്ലിംഗ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയാണ് കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയും. ഇത് കുറേ പേർക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഡിക്ഷണറി മീനിങ് ആണ്. നമ്മൾ മിക്കവാറും എല്ലാവരും പറയുന്നത് റിലയൻസിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ HDFCയുടെ സ്റ്റോക്ക് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ആക്ച്വൽ ഒരു മീനിങ് പറയുവാണെങ്കിൽ ഇപ്പോൾ HDFCയുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഷെയർസ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ HDFCയും റിലയൻസ് 2 കമ്പനികൾ കൂട്ടി പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ കമ്പനീസ് വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കമ്പനിയുടെ കാര്യം പറയുമ്പോഴാണ്. ഇനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് എ കമ്പനിയാണ്. നമ്മളിപ്പോൾ റിലയൻസ് വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഓണർഷിപ്പ് ആണുള്ളത്. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ് ഓഫ് എ കമ്പനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ് തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്തു, അതിൽ ഒരു ഷെയർ വാങ്ങുകയാണ്. അപ്പോൾ എന്താണ്, ആ കമ്പനിയുടെ ഒരൊറ്റ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഷെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് എ കമ്പനിയാണ് എന്ത്, ഷെയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ്? അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്കുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റേസ് ക്യാപിറ്റൽ ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ സ്വന്തമായിട്ടൊരു കടയൊക്കെ തുടങ്ങി, കടയൊക്കെ എനിക്കിനി എക്സ്പാൻഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കട സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിസിനസ് കട അല്ല ഒരു ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഏകദേശം ഒരു 30% ലിസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ആ 30% ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറേ ആൾക്കാർ വാങ്ങത്തില്ലേ, പബ്ലിക്കിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങത്തില്ലേ. അങ്ങനെ പബ്ലിക്കിൽ നിന്ന് 30% ഒക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് എന്താ ആവശ്യത്തിനുള്ള ഒരു പണം ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. പിന്നെ എക്സിറ്റ് ഫോർ ഏർലി ഇൻവെസ്റ്റേഴ്സ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഏർലി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കഥയിൽ നമ്മൾ ഏർലി ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മിക്ക ബിസിനസ്സിലും എന്തുണ്ട്, ഏർലി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ആദ്യ കാലങ്ങളിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പണം മുടക്കിയ കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്താണ് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവർക്ക് ഓൾറെഡി കുറേ പണം മുടക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ IPO ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവർക്കത് അവരുടെ കയ്യിലാക്കാം. അതാണ് അവർക്കൊരു എക്സിറ്റ് കിട്ടുവാണ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഫോർ പബ്ലിക് ആണ്. അതായത്
എന്നെപ്പോലെയും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓരോ കമ്പനീസിന്റെ സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, നമ്മുടെ കമ്പനി തന്നെ എടുക്കുക. നമ്മുടെ ഈ ABC എന്ന് പറയുന്ന കമ്പനി വലിയ കമ്പനി ആകും എന്ന് കുറേ പേര് വിശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് ചിലപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയതായിരിക്കും. ഇതെന്ത് ചെയ്യാം? കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യാം, കമ്പനി നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് 100ൽ നിന്ന് 105 ആവും, 110 ആവും, 120 ആവും. അപ്പൊ ആ കമ്പനി ഇങ്ങനെ ഗ്രോ ചെയ്യും. ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 100 രൂപയ്ക്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ 150 എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് അത്രത്തോളം റിട്ടേൺസ് കിട്ടുവാണ്. അതായത് കമ്പനി വളരുന്നതിനോടൊപ്പം നമ്മളെ പോലുള്ള ജനറൽ പബ്ലിക്കിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കമ്പനീസ്, ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ABC ആ കമ്പനിയില്ലേ, അപ്പോൾ ആ ഒരു കമ്പനിക്ക് അവർക്ക് എന്താ ലാഭം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അവർക്ക് ഇനീഷ്യലി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ ഇവരും ഈ IPOയുടെ സമയത്ത് അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്ത് ഇവരും കുറേ ഷെയർസ് എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി വളരുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും. ഇതാണ് ബേസിക്കലി എവിടെ നടക്കുന്നത്? നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കമ്പനീസ് പെർഫോം ചെയ്യാനും നമുക്കും പൈസ ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? സ്റ്റോക്ക് മാർക്കറ്റ്. കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം IPO എന്ന് പറയുന്നത്. IPO എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? IPO എന്ന് പറയുന്നത് എന്താ? ആദ്യമായിട്ട് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? IPO എന്ന് പറയുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ പബ്ലിക്കിന് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? IPO. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മളുടെ NSEയുടെ BSE എക്സ്ചേഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ IPOയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഓക്കെ, നമ്മൾ IPO എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. IPO എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായിട്ട് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പനി എന്ന് പറയുന്ന പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് ഇത് വാങ്ങാൻ, സബ്സ്ക്രൈബ് ചെയ്യാം, അതിലൂടെ അവർക്ക് പണം ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്? IPO എന്ന് പറയുന്നത്. ഇനി ഈ IPO നടക്കുന്നിടത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഈ പ്രൈമറി സെക്കൻഡറി മാർക്കറ്റും? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ IPO ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, IPO നടക്കുന്ന സ്ഥലമാണ് എന്ത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ IPO എല്ലാം നടന്ന് അതായത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രമാണ് എങ്ങോട്ട് വരുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റാണ് എന്ത്? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് IPO ഒക്കെ നടന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IPO ഒക്കെ നടന്നിട്ട് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിടത്തോട്ട് കൊണ്ട് തട്ടുമല്ല ചെയ്യുന്നത്. ഇത് നേരെ എവിടെയാ ലിസ്റ്റഡ് ആകുന്നത്? നേരെ എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റഡ് ആകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? 2 എക്സ്ചേഞ്ചുകളാണ് ഏറ്റവും ബെസ്റ്റ് ടോപ്പ് എക്സ്ചേഞ്ചസ്. NSEയും അതേപോലെ BSE എന്ന് പറയുന്ന 2 എക്സ്ചേഞ്ചുകളാണ് നമുക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ത്രൂ നിങ്ങൾക്ക് എന്താണ് എക്സ്ചേഞ്ച് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലേ? എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയുള്ളൊരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു സ്ഥലമാണ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ. എല്ലാ സ്റ്റോക്കുകളും ഇവിടെയാണ് ലിസ്റ്റഡ് ആവുന്നത്. നമ്മൾ ആ സ്റ്റോക്കൊക്കെ ഈ എക്സ്ചേഞ്ചുകളുടെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അല്ലാതെ ഇപ്പോൾ എന്താണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഓർക്കുക. നമ്മളിപ്പോൾ റിലയൻസിന്റെ ഓഫീസിൽ ചെന്നിട്ട് എനിക്ക് റിലയൻസിന്റെ 2 ഷെയർ തരാൻ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ഈ എക്സ്ചേഞ്ചസിൽ നിന്നാണ് വാങ്ങുന്നത്. നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ഒന്നുമില്ല. ഈ എക്സ്ചേഞ്ച് NSE BSE ഇതിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ നിന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർസുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മളുടെ BSE എന്ന് പറയുന്നത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് കഥയൊക്കെ പറയുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു കഥയാണ്. അതായത് ഒരു ബാനിയൻ ട്രീയുടെ അടിയിൽ 22 ആൾക്കാർ ചേർന്ന് ഇങ്ങനെ കച്ചവടമായിട്ട് തുടങ്ങി, പിന്നെ അത് ഫോർമലായി അങ്ങനെ വന്നൊരു കാര്യമാണ് നമ്മളുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പഴക്കമുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ BSE എന്ന് പറയുന്നത്. പക്ഷേ BSEക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറേ നമ്മുടെ ഹർഷത് മേത്തയുടെ സ്കാം ഒക്കെ നടന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ത്രൂ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നടന്നത് നമ്മളുടെ BSEയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ BSEയിൽ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? ഇലക്ട്രോണിക് ഒന്നുമല്ല, എല്ലാം പേപ്പർ ഫോർമാറ്റിലായിരുന്നു. അതായത് ഞാനൊരു
ഇപ്പോൾ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല, പണ്ടത്തെ കാലത്ത് ഞാനൊരു ഷെയർ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു പേപ്പറാണ് ഷെയർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേപ്പറാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെയാണ് നടന്നത്. അപ്പോൾ അതിലൊക്കെ കുറേ ഫോർജറി, പിന്നെ അതുപോലെ തന്നെ ഇത് നഷ്ടമാകാനുള്ള ചാൻസുകളുണ്ട്. അതായത് ആ പേപ്പർ നഷ്ടപ്പെട്ട ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണ് എനിക്കതിലുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്തിലുണ്ടായിരുന്നു, BScയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ന്യൂ ഏജ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പെറൻസിയും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും വന്നതാണ് എന്ത്, ഓക്കെ ഇലക്ട്രോണിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും വന്നതാണ് എന്ത്, നമ്മളുടെ NSE എന്ന് പറയുന്നത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 വന്നത്. ഇതെന്താണ്, നമ്മൾക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയി, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ കാണാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടെ. നമ്മൾ NSE ത്രൂ സ്റ്റോക്സ് വാങ്ങുന്ന സമയത്ത്, അതായത് BScയിൽ ആദ്യമേ എന്തായിരുന്നു, പേപ്പർ ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. ഇത് പക്ഷെ നമ്മൾ NSE ത്രൂ വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഇതെല്ലാം ഒരു ഡിമാറ്റ് ഫോമിലോട്ട് മാറി. ഓക്കെ, ഡിമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താ ഈ ഡിമാറ്റ് എന്നൊക്കെ പറഞ്ഞുതരാം. ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ NSE ആണ് അതിനൊരു തുടക്കം കുറിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായി, എങ്ങനെ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നു, എന്താണ് IPO, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തിനാണ് ശരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ്, നമുക്ക് എന്താണ് ഇതിന്റെ പ്രയോജനം, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ചെന്നിട്ട് NSEയുടെ BSEയുടെ അടുത്ത് നിന്നിട്ട്, അല്ലെങ്കിൽ ബോംബെയിൽ പോകണം നമുക്കിത് വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആരെങ്കിലും വിളിച്ചു പറയണോ എനിക്ക് ഇന്ന് ഒരു 2 സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ, അങ്ങനെയല്ല. നമുക്ക് സ്റ്റോക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ട്. നമ്മൾ സ്ഥലമൊക്കെ കച്ചവടമൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ നമുക്ക് ബയറിന്റെ സെല്ലറിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനില്ലേ, ഒരു ബ്രോക്കർ. അതുപോലെ തന്നെ നമുക്ക് ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ നേരം ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹമാണ് നമ്മളുടെ ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എക്സ്ചേഞ്ചും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ്. ഇത് നമ്മുടെ NSE BSE ഇവരും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു ഷെയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടാവും, ഇത് എക്സ്ചേഞ്ച്, ഓക്കെ, ഇത് നമ്മുടെ ബ്രോക്കർ, ഇവിടെ ഞാൻ B ഇട്ടേക്കുന്ന ബ്രോക്കർ. ഇത് നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മൾ ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്ന നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനാണ് ആര്, നമ്മുടെ ഈ ബ്രോക്കർ എന്ന് പറയുന്നത്. ഈ ബ്രോക്കറാണ് നമ്മുടെ ഈ ബൈയും സെല്ലും കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മുടെ ഈ ട്രേഡും ട്രാൻസാക്ഷൻസും എല്ലാം നമുക്ക് ഏറ്റവും ഈസി ആക്കി തരുന്ന ആരാണ്, ഈ ബ്രോക്കറാണ്. നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം തരുന്ന ആരാണ്, ഈ ബ്രോക്കറാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തു തരുന്നുണ്ട്, നമുക്ക് ബ്രോക്കർ ചെയ്തു തരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്രോക്കറിന്റെ ഒരു അക്കൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രോക്കർ എന്ന് പറയുമ്പോൾ, സെറോദ കേട്ടിട്ടുണ്ടോ, അപ്സ്റ്റോക്സ് കേട്ടിട്ടുണ്ടോ, ഏഞ്ചൽ വൺ കേട്ടിട്ടുണ്ടോ, ഇപ്പോൾ മൊത്തീല ഓസ്വാൾ എന്ന് കേട്ടിട്ടുണ്ടോ. അപ്പോൾ പിന്നെ കുറേ ബാങ്കിൻ്റെയും കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ് നമുക്ക് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ബ്രോക്കേഴ്സ് എല്ലാം എന്താണ്, സെബിയിൽ നിന്ന് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ള പ്രോപ്പർ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ബ്രോക്കേഴ്സ് ഒക്കെ സെബിയുടെ അണ്ടറിൽ വരുന്ന, സെബി എന്താ ഞാൻ പറയാം കേട്ടോ. ഇനി ഈ ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്കാണെങ്കിൽ 3 കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ. ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട്. ഇപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, നമുക്ക് നേരെ ബാങ്ക് ത്രൂ അല്ല ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതായത് നേരെ നമ്മുടെ ബാങ്കിൽ നിന്നൊന്നും അല്ല പൈസ പോകുന്നത്, നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് കുറച്ച് ഫണ്ട് ആഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 1000 രൂപയാണ് 1000 രൂപ, 2000 രൂപയാണെങ്കിൽ 2000 രൂപ, ലക്ഷങ്ങളാണെങ്കിൽ ലക്ഷങ്ങൾ, കോടികളാണെങ്കിൽ കോടികൾ, നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്താ, ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പൈസ സൂക്ഷിക്കുന്ന ഒരു സ്ഥലവുമായിട്ട് അത് ആക്ട് ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തരും. അതായത് നമുക്ക് ട്രേഡ് ചെയ്യാൻ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ഒരു അക്കൗണ്ടായിട്ട് ഇവർ തരുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡുകൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൈയും സെല്ലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട്, പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ബ്രോക്കർ അക്കൗണ്ട് ത്രൂ ആണ്. ഇനി അടുത്തതാണ് എന്ത്, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ വാങ്ങുന്ന ഷെയറുകളില്ലേ, ഈ ഷെയർസിനൊക്കെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പണ്ടൊരു പേപ്പറൊക്കെ ആയിരുന്നു നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പേപ്പർ അല്ല നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് കിട്ടുന്നത് ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലാണ് കിട്ടുന്നത്. അതായത്
ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ ഈ ഷെയറുകളും കാര്യങ്ങളും നമ്മുടെ പേരിൽ നമ്മുടെ പാൻ അക്കൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പാൻ അക്കൗണ്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കറക്റ്റ് സെക്യൂർഡ് ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഷെയറുകൾ സൂക്ഷിക്കത്തില്ലേ, അതിനുവേണ്ടി ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ ഷെയർസും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. ഇനി അടുത്തതാണ്, 2 തരത്തിലുള്ള ബ്രോക്കേഴ്സ് നമുക്കുണ്ട്. ഒന്നെന്ന് പറയുന്നതാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഷെയർഖാന്, മൊത്തില ഓസ്വാൾ, നിങ്ങൾ ചിലപ്പോൾ ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ എന്ന് പറയുന്നത് എന്താ, ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണ്. ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും. അതായത് ചിലപ്പോൾ ഈ മൊത്തിലാൽ ഓസ്വാളിനൊക്കെ ഇൻഷുറൻസ് വരെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏത് സ്റ്റോക്കുകൾ വാങ്ങണം, ഏത് സ്റ്റോക്കുകൾ വിൽക്കണം, അല്ലെങ്കിൽ ഏത് ട്രേഡ് എടുക്കണം, ഇങ്ങനത്തുള്ള എല്ലാ സർവീസസും തരുന്ന ബ്രോക്കറൊക്കെയാണ് എന്ത്, ഈ മൊത്തിലാൽ ഓസ്വാൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവരുടെ ചാർജസ് നോർമൽ ബ്രോക്കേഴ്സിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇവർ കുറേ അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചാർജസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. ഇവരാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആൾക്കാരാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് തരുന്നുണ്ട്, അതേപോലെ ഡിമാറ്റും സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നതിൽ പോയി ട്രേഡ് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന ട്രേഡ്സ് എടുത്തോ, അല്ലെങ്കിൽ ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്തോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാകത്തില്ല. നമുക്ക് തരുന്നത് എന്താ, ട്രേഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഇവർ തരും. ട്രേഡ് ചെയ്യാൻ, അത് ഏറ്റവും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, ട്രേഡ്സ് എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്ത് തരുന്നതാണ് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എടുത്താൽ മതി. ട്രേഡിംഗ് പഠിക്കണം, ഇൻവെസ്റ്റ് അങ്ങനത്തെ ഉള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എടുത്താൽ മതി. നമുക്ക് ചാർജസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഇവരുടെ കണ്ടോ, ലോ ഫീസ് ആണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇന്ത്യയിലെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് നമ്മുടെ സെറോദ എന്ന് പറയുന്നത്. പിന്നെ അപ്സ്റ്റോക്സ്, ഗ്രോ, ഇവരൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ ഗണത്തിൽ വരുന്നതാണ്. ഇവർക്ക് കമ്പാരിറ്റീവ്ലി, ഇവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചാർജസ് ഒക്കെ നല്ല കുറവാണ്. അതായത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു, എല്ലാം ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാം കുറേ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ത്രൂ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ചാർജസും കാര്യങ്ങളെല്ലാം കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. ഇനി അടുത്തതാണ് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അയ്യോ ഇത് എന്ത് ഈ പറയുന്നത്, ഡെപ്പോസിറ്ററി എന്താണ്, അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ബ്രോക്കർ വേണം മനസ്സിലായി എന്താണ് ഡെപ്പോസിറ്ററി. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ബ്രോക്കറിലാണ്, നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഇതെല്ലാം, നമ്മുടെ ഷെയർസ് എല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നതാണ് ഇതെല്ലാം മേൽനോട്ടം കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഡെപ്പോസിറ്ററിയിലാണ് നമ്മുടെ ഈ ഷെയർസും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഇരിക്കുന്നത്. നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മുടെ ഷെയർസും കാര്യങ്ങളെല്ലാം മുഴുവനായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത്, ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ബ്രോക്കർ പൂട്ടിപ്പോയി, അല്ലെങ്കിൽ ബ്രോക്കറിന് വേണമെങ്കിൽ നമ്മുടെ ഷെയർസ് എടുത്തുകൂടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് 2 ഡെപ്പോസിറ്ററീസ് ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന, അതേപോലെ സെൻട്രൽ ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന 2 ഡെപ്പോസിറ്ററീസും നമുക്കുണ്ട്. ഇവരാണ് ആദ്യത്തെ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇത് NSEയുടെ ഡെപ്പോസിറ്ററി ആണ്, മറ്റേ BSEയുടെ. അങ്ങനെ 2 ഡെപ്പോസിറ്ററീസ് ആണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ ഷെയർസും കാര്യങ്ങളൊക്കെ ഇവരാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്രോക്കറിൻ്റെ കയ്യിലാണോ നമ്മുടെ ഷെയർ എല്ലാം? അല്ല, ബ്രോക്കറിൻ്റെ കയ്യിലല്ല, ഡെപ്പോസിറ്ററീസിലാണ് നമ്മുടെ ഷെയർസും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? സ്റ്റോക്ക് എന്താന്ന്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താ, അങ്ങനത്തെ ഉള്ളതൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ഒരാളെ പരിചയപ്പെടാം. ഇതാണ് സെബി എന്ന് പറയുന്നത്. സെബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുഴുവൻ റെഗുലേറ്റർ എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ IPOയിലൊക്കെ വരുന്ന കുറച്ച് ഫോൾസ് ആയിട്ടുള്ള അക്യൂസിഷൻസ്, ഫോൾസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൈസ് ഓരോ സ്റ്റോക്കിന് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുന്ന ആളാണ് സെബി എന്ന് പറയുന്നത്. നമ്മുടെ ഈ സെബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1988 തൊട്ടാണ് ശരിക്കും എന്തുള്ള സെബി ഉണ്ടായിരുന്നത്. അതായത് സെബിക്ക്
സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഒന്നുമില്ല. അതായത് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, ഇതെല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് ഇതിനെപ്പറ്റി ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇവർക്കില്ലായിരുന്നു. നമ്മുടെ സ്കാം 1992 നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹർഷത് മേത്തയുടെ സ്കാം ആയിരുന്നു. അപ്പം ഈ സ്കാമിൻ്റെ സമയത്ത് എന്താണ്, ഈ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുത്തു. അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് കൊടുത്തു. അതായത് ഇതാണ് ട്രിഗർ ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് ഈ സ്കാമിൻ്റെ സമയത്താണ് ഈ ഒരു ട്രിഗർ ഉണ്ടായി. അവസാനം എന്ത് ചെയ്തു, ഇവർക്കൊരു സ്റ്റാറ്റ്യൂട്ടറി, സെബി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷനായി. അപ്പോൾ ഈ സെബി എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യാണ് സെബി ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും എടുക്കാനുള്ള ഒരു റൈറ്റും ആർക്കുണ്ട്, നമ്മളുടെ സെബിക്കുണ്ട്. ഇപ്പോൾ നമ്മളുടെ എന്താണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയും അതേപോലെ മ്യൂച്വൽ ഫണ്ട്സും അതേപോലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു എന്താണ് എൻഷുർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് ആര്, സെബി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കീ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അതേപോലെ സർവെയിലൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണോ നടക്കുന്നത് ഒക്കെ നോക്കുന്ന ആരാണ്, സെബിയാണ്. ഇപ്പോൾ ഏറ്റവും ഫേമസ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പേ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ ട്രേഡ് ചെയ്ത് കുറേ മാനിപ്പുലേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. സെബി അവരെ കണ്ടുപിടിച്ച് ഫൈൻ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പിയ സുന്ദർ എന്ന് പറഞ്ഞൊരു ട്രേഡർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് സെബി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളൊക്കെ വരുത്തുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി അവരെ പണിഷ് ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ തക്കതായ ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യുന്നതാണ് ആര്, സെബി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, എല്ലായിടത്തും എല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നതെന്ന് നോക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സെബി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനാണ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതായത് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ടോപ്പിലുള്ളത്, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ താഴെ വരുന്നതാണ് എന്ത്, എക്സ്ചേഞ്ച്. എല്ലാ കാര്യങ്ങളും എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നീട് വരുന്നതാണ് എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, NSE ഉണ്ട്, അതേപോലെ ഇന്ത്യയിൽ BSE ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇല്ല. ആരുടെ സഹായത്തോടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനാണ് നമുക്ക് ആരുള്ളത്, ബ്രോക്കർ എന്ന് പറയുന്ന ആളുള്ളത്. ബ്രോക്കർ, നമുക്ക് ബ്രോക്കർ ഉണ്ട്. നമ്മൾ ബ്രോക്കറിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി ഈ കാര്യങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് എന്താണ് എൻഷുർ ചെയ്യുന്ന ആരാണ്, സെബി എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മ്യൂച്വൽ ഫണ്ട്സിന്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങളും നിശ്ചയിക്കുന്ന ആരാണ്, സെബി എന്ന് പറയുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഇനി നമ്മളുടെ ഈ ബ്രോക്കർ തുറക്ക വാങ്ങുന്ന ഷെയർസും കാര്യങ്ങളും ഒക്കെ എവിടാണ് വരുന്നത്, ഡെപ്പോസിറ്ററീസിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് ഒരു ഇൻഡെക്സ് എന്നാണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, സൂചിക. മലയാളത്തിൽ പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൂചികയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ സൂചിക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നത്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുക. ഈ ഒരു ക്ലാസ് റൂമിൽ ഒരു 10-50 പിള്ളേരുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇവരുടെ ഒരു മാർക്കിന്റെ ആവറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ എല്ലാവരുടെയും മാർക്ക് ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ആവറേജ് കിട്ടും. ഇതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസിന്റെ ഒരു ആവറേജ് നമുക്ക് കാണിക്കുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പത്രമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സെൻസെക്സ് കുതിക്കുന്നു, നിഫ്റ്റി ഇടിയുന്നു, സെൻസെക്സ് ഇടിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഈ സൂചിക എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്താ ഈ സെൻസെക്സ്, എന്താണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ NSEയുടെ BSEയുടെ സൂചികകളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണത്തെ നമ്മൾ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സെൻസെക്സ് എല്ലാം ഒന്നിച്ച് പറയുമ്പോൾ ഇൻഡൈസസ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് മൊത്തത്തിൽ ഒരു ബാസ്ക്കറ്റ് ആണ് നമുക്ക് തരുന്നത്. അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്, ഇൻഡെക്സ് യൂസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്.
ഇപ്പൊ ഇൻഡെക്സിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളോട് ഒരാൾ ഒന്ന് ചോദിക്കുക, ഇന്ന് മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സ്റ്റോക്കുകളുണ്ട്, BSE തന്നെ 5000 കൂടുതൽ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും സ്റ്റോക്കുകൾ പോയിട്ട് എടുത്ത് നോക്കിയിട്ട് ഓക്കെ ഇന്ന് മാർക്കറ്റ് ഇത് ഇങ്ങനെ 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 ഓക്കെ ഇന്ന് മാർക്കറ്റ് എല്ലാ സ്റ്റോക്കുകളും നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെല്ലാം ഒന്ന് കളക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ത്, ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 ഇൻഡെക്സുകളാണുള്ളത് മേജർ ആയിട്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, സെൻസെക്സ്. 2 എന്ന് പറയുന്നത് നിഫ്റ്റി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് സെൻസെക്സ്, എന്താണ് നിഫ്റ്റി? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ NSE ഇല്ലേ, ഇതൊന്ന് എഴുതി വെച്ചു. നമ്മുടെ NSEയുടെ ഇൻഡെക്സ് ആണ് എന്ത്, നിഫ്റ്റി എന്ന് പറയുന്നത്. NSEയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിലെ അതിന്റെ പെർഫോമൻസ് നമുക്ക് കാണിച്ചു തരുന്നതാണ് ആര്, നിഫ്റ്റി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ BSE എക്സ്ചേഞ്ചിന്റെ ആളാണ് എന്ത്, സെൻസെക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഇൻഡെക്സ് ആരാണ്, സെൻസെക്സ് എന്ന് പറയുന്നത് നമ്മുടെ BSEയുടെ ആണ്. അപ്പോൾ എന്താണ് അപ്പൊ നിഫ്റ്റി എന്ന് പറയുന്നത്? നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ NSE ഇഷ്ടംപോലെ കമ്പനീസ്, ഓൾമോസ്റ്റ് 2000 കമ്പനീസിൽ ലിസ്റ്റഡ് ആണ് NSEയിൽ. അപ്പൊ അത്രയും കമ്പനീസിന്റെ മൊത്തം ആവറേജ് അല്ല നിഫ്റ്റി. നിഫ്റ്റി എന്ന് പറയുന്നത് ഈ NSEയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഇത്രയും കമ്പനീസിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ടാവല്ലോ, അതിലെ ടോപ്പ് 50 കമ്പനികൾ, ഓക്കെ നിഫ്റ്റി 50 എന്നാണ് നമ്മൾ പറയുന്നത്. ടോപ്പ് 50 കമ്പനികളുടെ ഒരു ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത്, നിഫ്റ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ടോപ്പ് 50 കമ്പനികളുടെ ആവറേജ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ BSEയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ BSEയുടെ സൂചികയാണ് എന്ത്, സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സ് എന്ന് പറയുന്നത് BSEയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പ് 30, ഓക്കെ ഇവിടെ 50ഉം ഇവിടെ 30, ടോപ്പ് 30 കമ്പനീസിന്റെ ഒരു ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത്, സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുക ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഇന്ന് മാർക്കറ്റ് ഇങ്ങനെയാണ് പെർഫോം ചെയ്തത്, നല്ല മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു, നല്ലപോലെ താഴോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലപോലെ കൺസോളിഡേഷൻ ആയിരുന്നു. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ ഒരു ഇൻഡെക്സസ് നോക്കുമ്പോൾ. അതായത് ഓവറോൾ മാർക്കറ്റിന്റെ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഇൻഡെക്സസ് നോക്കുന്ന സമയത്ത്. NSEയുടെ ഇൻഡെക്സ് ഏതാണ്, നിഫ്റ്റി 50. BSEയുടെ ഇൻഡെക്സ് ഏതാണ്, സെൻസെക്സ്. അപ്പോൾ ഇനി പത്രം വായിക്കുന്ന സമയത്ത് നോക്കുക, നിഫ്റ്റി ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക NSEയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ എന്താണ് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, അതുകൊണ്ട് നിഫ്റ്റി ഇടിയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അടുത്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രൈസ് മൂവ് ചെയ്യുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അതായത് നമ്മുടെ ഒരു കമ്പനി, നമ്മൾ 100 രൂപയ്ക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു. ഈ 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ 150 രൂപ എത്തി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും പ്രൈസ് കൂടാനൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു മേജർ ഒരു കാരണം എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈ ആണ്. അതായത് ഈ സ്റ്റോക്കുകളുടെ മൂവ്മെന്റ്സിന്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതായത് എനിക്ക് ഈ ഒരു പേനയുണ്ട്. അപ്പൊ ഈ ഒരു പേനയ്ക്ക് എന്താണ്, ഞാൻ പറയുകയാണ്, ഞാൻ എക്സാമിന് ഇരിക്കുകയാണ്. അപ്പൊ എക്സാമിന് ഇരിക്കാൻ നേരം ഞാൻ പറയാം എക്സ്ട്രാ പെന്നുണ്ട്, ഞാൻ 10 രൂപയ്ക്ക് ഞാൻ ഇത് വിൽക്കാൻ തയ്യാറാണെന്ന് പറയാം. അപ്പോൾ പേന വേണ്ട ഒരു 5 ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു എടാ 10 രൂപ തരാം, നീ പേനിങ് തന്നേക്കെന്ന് പറയാം. അപ്പൊ രണ്ടാമത്തെ ആൾ വന്നിട്ട് പറയാണ് എന്താണ് ഞാൻ 20 തരാം, എനിക്ക് പേന വേണം എന്ന് പറയാം. മൂന്നാമത്തെ ആൾ പറയാം ഞാൻ 30 തരാം, നാലാമത്തെ ആൾ 35, അഞ്ചാമത്തെ ആൾ 40 രൂപ വരെ തരാം എന്ന് പറയും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും കൊടുക്കുന്നത്, ഞാൻ ആ 40 രൂപ കൊടുക്കുന്ന ആൾക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഡിമാൻഡ് നല്ല കൂടുതലാണ്. അപ്പോൾ ഡിമാൻഡ്, നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഡിമാൻഡ് നല്ല കൂടുതലാണെങ്കിൽ എന്താണ്, പ്രൈസും നല്ല പോലെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, പ്രൈസും ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇനി അതേസമയം ഡിമാൻഡ് കുറവാണെങ്കിലോ, അതായത് ആർക്കും വേണ്ട, ആൾക്കാർക്കൊന്നും വേണ്ട എന്നുണ്ടെങ്കിലോ എന്താണ്, പ്രൈസും കുറയുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ സപ്ലൈ നോക്കുകയാണെങ്കിൽ, സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വിൽക്കും. ഇപ്പോൾ ഒരു ഷെയറിന്റെ കാര്യം നമ്മൾ എടുക്കാം, യെസ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു സമയത്ത് നല്ലപോലെ പെർഫോം, അല്ലെങ്കിൽ വേണ്ട വോഡഫോൺ എടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആവും. വോഡഫോൺ എന്ന് പറയുന്ന കമ്പനി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷേ ജിയോ വന്നതോടുകൂടി വോഡഫോണിന്റെ ഒരു നല്ല കാലം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. വോഡഫോൺ, ഐഡിയ അങ്ങനത്തുള്ള കമ്പനീസിനൊക്കെ നല്ല കാലം തീർന്നു. അവരുടെ സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇടിയാൻ തുടങ്ങി. അതായത് കൂടുതൽ ആൾക്കാർ ഈ സ്റ്റോക്കുകളെല്ലാം വിറ്റ്
ഒഴിവാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വോഡഫോണിന്റെ എന്താണ് സപ്ലൈ ആണ് കൂടിയത്. അതായത് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാർ വിൽക്കാൻ തുടങ്ങി. സപ്ലൈ കൂടുന്ന അനുസരിച്ച് എന്ത് സംഭവിച്ചു, ആൾക്കാർക്കൊന്നും വേണ്ട, അപ്പൊ കുറഞ്ഞ പ്രൈസിൽ ആൾക്കാർ വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ സപ്ലൈ കൂടുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും, പ്രൈസും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കമ്പനികളുടെ, അതായത് ഡിമാൻഡും സപ്ലൈയും എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിമാൻഡും സപ്ലൈ ആണ് നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ഫോഴ്സസ് എന്ന് പറയുന്നത്. നന്നായിട്ട് നല്ല ഡിമാൻഡ് ഉണ്ട്, അതായത് ഭയങ്കര ന്യൂസിലൊക്കെ ഒന്ന് ഭയങ്കര ആൾക്കാരൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ പ്രൈസ് കൂടും. കാരണം കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാൻ തയ്യാറാണ്. ഇനി ആൾക്കാർ വാങ്ങാൻ തയ്യാറല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിന്റെ പ്രൈസ് കുറയുകയായിരിക്കും ചെയ്യുന്നത്. ഇനി പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ഡിമാൻഡും സപ്ലൈയും മാത്രമല്ല കാരണം, ഇതിന് വേറെ കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ട്. അതായത് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു അത് മാത്രമല്ല, ഇതിന്റെ മേജർ വേറെ കാരണം എന്ന് പറയുന്നത് കമ്പനിയുടെ ന്യൂസസ്. ഫോർ എക്സാമ്പിൾ, ഈ കമ്പനീനെ സംബന്ധിച്ച് അത്രയും നല്ലതല്ലാത്ത ന്യൂസസ് വരിക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോളിസീസും കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് കമ്പനീനെ ബാധിക്കുന്നതൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, പൊതുവെ പ്രൈസ് കുറയാറുണ്ട്. അതായത് കൂടുതൽ ആൾക്കാർ വിൽക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ സപ്ലൈ കൂടുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കുറയാണ് ചെയ്യുന്നത്, കമ്പനിയുടെ വില ഇടിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇനി നല്ല ന്യൂസ് ആണ് വരുന്നത്, അതായത് കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ നല്ല ന്യൂസ് ഒക്കെ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൈസ് എന്ത് സംഭവിക്കും, പ്രൈസ് കൂടുമായിരിക്കും ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GDP, ഇൻഫ്ലേഷൻ, ഇങ്ങനെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം എന്താണ് നമ്മുടെ പ്രൈസ് കൂടാനും കുറയാനും കാരണമാണ്. പിന്നെ ഗ്ലോബൽ ക്യൂസ്, അതായത് നമ്മളിപ്പോൾ US നമ്മുടെ ഫുള്ളി ഓപ്പൺ മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും എല്ലാം ഉള്ള മാർക്കറ്റാണ്. അപ്പോൾ ഗ്ലോബലി എന്ത് സംഭവിച്ചാലും നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പൊതുവെ പറയുന്നത് നമ്മളുടെ ജോൺ പവലിന്റെ ഈ മീറ്റിംഗ്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇൻസൈഡ് ജോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മോസ്റ്റ് എന്താണ് വാല്യുബിൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവം. അതായത് ഗ്ലോബലി എന്തെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ, അവിടെ ഇൻഫ്ലേഷൻ കൂടിയാൽ, അവിടെ എന്താണ് റിസഷനും കാര്യങ്ങളും വരുമ്പോഴും നമ്മൾ ഇന്ത്യൻസിനെയും ഇത് എഫക്ട് ചെയ്യാറുണ്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ, പിന്നെ ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ നമുക്ക് പറയാം. അതായത് കുറേ ആൾക്കാർ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് കയറി പോകുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ കുറേ ആൾക്കാർ വാങ്ങാനായിട്ട് പോകും. കുറേ ആൾക്കാർ വിൽക്കുകയാണ്, അതായത് ചിലപ്പോൾ നല്ല സ്റ്റോക്ക് ആയിരിക്കും, കൂടുതൽ ആൾക്കാർ വിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളും ചിലപ്പോൾ വിറ്റ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അതായത് അയ്യോ ഇത് എല്ലാവരും വിൽക്കുമല്ലേ, ഞാൻ ഇനി എന്ത് വിശ്വസിച്ച് ഇത് ഹോൾഡ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഹ്യൂമൻ ബിഹേവിയർ. ഇതൊക്കെ കാരണവും എന്ത് സംഭവിക്കാം, പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഡിമാൻഡും സപ്ലൈ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ മേജർ ആയിട്ടുള്ള ഈ ഒരു ന്യൂസസും കാര്യങ്ങളും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ കാര്യത്തിൽ. ഓക്കെ, ഇതുവരെ നമ്മൾ എന്താണ് ബേസിക്സും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങാം. അതായത് നമ്മൾ ഇത്രയും നേരം കുറേ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ നേരം നമ്മുടെ മാർക്കറ്റിൽ 3 സെഗ്മെന്റ്സ് ഉണ്ട്. 3 അല്ല 4 മേജറായിട്ടുള്ളത്, എന്നാലും പോപ്പുലർ ആയിട്ട് മൊത്തത്തിലുള്ള 4, എന്നാലും നമ്മൾ കൂടുതലും പറയുന്ന ഈ 3 സെഗ്മെന്റ്സിനെയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏതൊക്കെ തരം സെഗ്മെന്റ്സ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തെ എന്ന് പറയുന്നതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ സെഗ്മെന്റ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഒരു ബ്രീഫാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഡെറിവേറ്റീവ്സിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സബ്ബായിട്ട് ഇനി ഇഷ്ടംപോലെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഷെയർസ് ഓഫ് ദ കമ്പനി. അതായത് നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞില്ലേ, അതായത് ഡയറക്റ്റ്ലി നമ്മൾ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി. ഓണർഷിപ്പ് ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഡെറിവേറ്റീവ്സ് ആണ് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും FNO എന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ FNO എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പേര് കേട്ടോ, ഡെറിവേറ്റീവ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കുന്ന കാര്യമാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റിയുടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, നിഫ്റ്റിയുടെ ഒരു ഡെറിവേറ്റീവ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ
ഈ നിഫ്റ്റിയുടെ വില കൂടുകയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ കൂടും. നിഫ്റ്റിയുടെ വില കുറയുകയാണെങ്കിൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ കുറയും. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യത്തിന് ഒരു അണ്ടർലൈങ് അസറ്റ്, ഇപ്പൊ നിഫ്റ്റിയാണ് അണ്ടർലൈങ് അസറ്റ് എന്ന് നമുക്ക് വിചാരിക്കാം. ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു സ്ഥലത്ത് നിന്ന് ഡിറൈവ് ചെയ്ത് ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് എന്താ, ഏറ്റവും കോമൺ അല്ല, ഇന്ത്യയിൽ ഇത് രണ്ടേ ഉള്ളൂ, ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും. പക്ഷെ വേറെ മാർക്കറ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സ്വാപ്സ്, ഫോർവേഡ്സ് എന്നൊക്കെ പറയുന്ന കോൺട്രാക്റ്റുകളും ഉണ്ട്. അപ്പൊ ഇനി അടുത്തെന്ന് പറയുന്നതാണ് കമോഡിറ്റി എന്ന് പറയുന്നത്. കമോഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഫിസിക്കൽ സബ്സ്റ്റൻസസിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, കമോഡിറ്റി. നമ്മുടെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഒക്കെ ഇല്ലേ, ഓയിൽ ട്രേഡിംഗ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എന്താ പറയുന്നത്, കമോഡിറ്റി ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കമോഡിറ്റി ട്രേഡിങ്ങിന്റെ ടൈമിംഗ് ഒക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് കറൻസി എന്ന് പറയുന്നത്, ഫോറക്സ്. ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച്. നമുക്ക് ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കറൻസി ആകെക്കൂടിയുള്ള INR പെയേഴ്സ് എന്ന് പറയും. നമുക്ക് ഒരുപാട് ഡീറ്റെയിലോട്ട് വേണ്ട, INR പെയേഴ്സ് എന്ന് പറയും. അതായത് INR പെയേഴ്സിൽ ലിക്വിഡിറ്റി ഇല്ല. അപ്പോൾ ഇതിലെങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറവ്. ലിക്വിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഇല്ല, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ INR പെയേഴ്സ് അത്ര പോപ്പുലറും കാര്യങ്ങളൊന്നും അല്ല. സോ ആ ഒരു സെഗ്മെന്റ് അത്രയും നോക്കണ്ട. ഈ ഒരു 3 സെഗ്മെന്റ്സ് ആണ് മേജർ ആയിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെഗ്മെന്റ്സ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളത് എന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അനാലിസിസുകളാണ്. ഞാൻ എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക, ഞാൻ എന്താ അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തറിഞ്ഞിട്ടാണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താ അറിയേണ്ടത് എന്നൊക്കെ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മേജർ ആയിട്ട് 2 അനാലിസിസുകളാണല്ലോ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ്. രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ ട്രേഡേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഒരു നല്ല ട്രേഡർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഇതാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചാർട്ടൊക്കെ ഇല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിലെ ചാർട്ട് കാര്യങ്ങൾ, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ലോങ് ഡീറ്റെയിൽഡ് ചെയ്യാം. അപ്പോൾ ഈ ചാർട്ട് കാര്യങ്ങൾ, വോളിയംസ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജസ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ചാർട്ട് ബേസ് ചെയ്തിട്ട് പ്രൈസ് മൂവ്മെന്റ്സിൽ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ്. എന്താ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ, ഇത് നമ്മൾ ട്രേഡേഴ്സിന് ആവശ്യമുള്ള ഒരു കാര്യമല്ല ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഞാൻ ഭാവിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വിശ്വസിച്ച് ഞാൻ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഈ ഫണ്ടമെന്റൽ അനാലിസിസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ കമ്പനിയുടെ റവന്യൂ, ഏർണിങ്സ്, ഗ്രോത്ത്, ഇനിയും എന്താണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി എന്നിട്ടൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, ഫണ്ടമെന്റൽ അനാലിസിസ്. അതായത് ആ കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ആ പേര് തന്നെ ശ്രദ്ധിച്ചേ, അത് ടെക്നിക്കലായിട്ട് ചാർട്ട് കാര്യങ്ങൾ, പാറ്റേൺസ്, മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ്, ഇതൊക്കെ വെച്ച് നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യുന്നതിനാണ്, ട്രേഡിംഗ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രേഡിംഗ് അറിയാവുന്ന ഒരാൾക്കുള്ള ഏറ്റവും, അവർക്ക് ഇൻവെസ്റ്റർ ആവണമെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു ടെക്നിക്കൽ അനലൈസ് ചെയ്യുന്നത്, അതായത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം മാർക്കറ്റ് അത്യാവശ്യം എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഏറ്റവും നല്ല പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സ്റ്റോക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ പല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തേത് തന്നെ എന്താണ്, പൊസിഷണൽ ട്രേഡിംഗ്. പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഇൻവെസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യൽ. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റായിട്ട് നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറേ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കുറച്ച് മന്ത്സ് അല്ലെങ്കിൽ കുറച്ചധികം മാസങ്ങൾ
നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ട്രെൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എക്സിറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പറയത്തില്ല ഹോട്ട് സ്റ്റോക്സ് എന്നൊക്കെ പറയും. അതായത് ഈ സ്റ്റോക്സ് ഇനി ഇത്രയും കയറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇന്ന ലെവൽ വരെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്താ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ഒരു ലിറ്ററലി ഇൻവെസ്റ്റിംഗ് അല്ല. അതായത് ഇൻവെസ്റ്റിംഗ് ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യും. ഇപ്പം ലിറ്ററലി ഇൻവെസ്റ്റിംഗ് അല്ല, പക്ഷെ നമ്മൾ മാസങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് പൊസിഷണൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമ്മൾ എന്താ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വിംഗ് എന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി ആഴ്ചകളോളം സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ ആഴ്ചകളോളം, അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ, പിന്നെ ആഴ്ചകളോളം ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്വിംഗ് ട്രേഡിംഗ് എന്ന് വിളിക്കുക. നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി അനലൈസ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും സ്വിംഗിലൊക്കെ. അടുത്തതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഈ ഇൻട്രാഡേ ട്രേഡിംഗ് ഭയങ്കര ഫേമസ് ആട്ടോ. എല്ലാവരും നല്ല ഞാൻ ഇൻട്രാഡേ ട്രേഡറാണ്, ഞാൻ ഇതിലാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രാഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യം. എന്താണ് ഇൻട്രാഡേ? ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മാർക്കറ്റ് അതാത് ദിവസം ട്രേഡ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ മാർക്കറ്റിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9:15 രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് ഈ 9:15 കഴിഞ്ഞ് ട്രേഡ് എടുക്കുകയും 3:30 മുമ്പേ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ട്രേഡ് എടുക്കുകയും കഴിയുകയും ഒരു ദിവസം കൊണ്ട് നടക്കും. അപ്പൊ ഈ കാര്യത്തിനുള്ളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ, അതായത് ആ ഒരു ദിവസത്തിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അടുത്തത് ഇപ്പൊ കുറച്ചുകൂടെ ഫേമസ് ആയിരിക്കൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് ആണ് അൽഗോരിതമിക് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന ലെവല് ഇത് കടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇത്ര മൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യത്തില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഇതിന് കുറേ കമാൻഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇന്ന ലെവലിൽ ഇത് കഴിയുമ്പോഴത്തേക്കും ട്രേഡ് എടുക്കണം, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, ഇതെത്തുമ്പോൾ എക്സിറ്റ് ചെയ്യണം, ഇത്രയായിരിക്കണം നമ്മുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അങ്ങനെ കുറേ കമാൻഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് അൽഗോരിതമിക് അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കുറച്ച് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇൻട്രാഡേ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ അപ്പം അനലൈസ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് കറക്റ്റ് ഒരു സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റത്തിൽ മാത്രമായിരിക്കും ഇത് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടം വരെ എന്താ പഠിച്ചത്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, എക്സ്ചേഞ്ച് പഠിച്ചു, ഇതിൻ്റെ അണ്ടറിൽ ബ്രോക്കർ വരുന്നെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്ററി, സെബി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഈ NSEയുടെ അണ്ടറിൽ വരുന്ന ഇതെന്തായിരുന്നു? നമ്മുടെ ഇൻഡെക്സ് എന്തായിരുന്നു? നിഫ്റ്റിയാണ് NSEയുടെ അണ്ടറിൽ വരുന്നത്. അതേപോലെ BSEയുടെ അണ്ടറിൽ വരുന്നത് എന്താണ്? സെൻസെക്സ് ആണ്. സെൻസെക്സ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓരോ സ്റ്റോക്കുകളുണ്ടല്ലോ, ഇതിലെല്ലാം NSEയിലും കുറേ സ്റ്റോക്ക് ലിസ്റ്റഡ് ആണ്, BSEയിലും കുറേ സ്റ്റോക്ക് ലിസ്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ എന്തുകൊണ്ടാണ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്? ഇതിലെ ഡിമാൻഡും സപ്ലൈയും കാരണമാണ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുറേ റീസൺസ് പഠിച്ചു, കുറേ മൈക്രോ മാക്രോ, അതേപോലെ തന്നെ വേൾഡിലുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ കമ്പനിക്ക് വരുന്ന നല്ല ന്യൂസുകളും കാര്യങ്ങളും, ഗവൺമെന്റ് പോളിസീസും, ഇതെല്ലാം കാരണമാണ് പ്രൈസ് മൂവ്മെന്റ്സ് സംഭവിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞ് നമ്മൾ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് പഠിച്ചു. സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, പൊസിഷണൽ ട്രേഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ട്രേഡിംഗും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? മാർക്കറ്റിലെ സെഗ്മെന്റ്സ് പഠിച്ചു, അല്ലേ? സെഗ്മെന്റ്സ് പഠിച്ചു. അപ്പൊ ഇതിനകത്ത് സെഗ്മെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇക്വിറ്റി ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്, കമോഡിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അടുത്ത് വരുന്നത് എന്താണ്? കറൻസിയാണ് വരുന്നത്. നമ്മുടെ ഫോറക്സ് എന്ന് നമ്മൾ പറയുന്ന INR പേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണർഷിപ്പ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എവിടെ നിന്നാണ് വരുന്നത്? ഡിറൈവ് ഫ്രം അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് വരുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് പോകേണ്ട കാര്യമാണ്. അത് വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി അടുത്തെന്ന് പറയുന്നതാണ് കമോഡിറ്റി. കമോഡിറ്റി എന്ന് പറയുന്ന റോ സബ്സ്റ്റൻസസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, ഇതിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമോഡിറ്റി ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നല്ലപോലെ ഡിസ്കസ് ചെയ്ത് വന്നത്. ഇത്രയും കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ അനാലിസിസിനെയും ഫണ്ടമെന്റൽ അനാലിസിസിനെയും കാര്യം പറഞ്ഞു. ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസിലോട്ടും വരുന്ന സമയത്ത് ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ടെക്നിക്കൽ അനാലിസിസിൽ? ചാർട്ടുകളാണ്. ഓക്കെ, ചാർട്ടുകൾ. ഈ ചാർട്ടുകളെ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാർട്ടിലുള്ള കുറെ കാര്യങ്ങളാണ് എന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത് അനുസരിച്ച് നമുക്ക് എന്താണ് ഒരു ക്യാൻഡിൽ എന്താണെന്ന് മനസ്സിലാവും. അതേപോലെ ആ ഒരു ക്യാൻഡിലിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി എത്രത്തോളം ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ക്യാൻഡിൽസ് വരുന്നത് റെഡ് കളറിലെ ക്യാൻഡിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ കളറിലെ ക്യാൻഡിൽ വരുന്നുണ്ട്. ഇത് റെഡ് ആണ്, എന്നാലും ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും, ഇങ്ങനെ 2 ക്യാൻഡിൽസും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിൽസും കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അഗെയിൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. അതായത് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ചാർട്ടിൽ വരുന്നതാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ്. അപ്പോൾ ചാർട്ടും കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമ്മുടെ മാർക്കറ്റിലുള്ള ട്രെൻഡുകളാണ്. നമ്മുടെ മാർക്കറ്റിൽ പൊതുവെ 3 ട്രെൻഡുകളാണ് നമ്മൾ കണ്ടുവരാറ്. ഈ ക്യാൻഡിൽസിന്റെ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ട്രെൻഡ്സ് കുറച്ചുകൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ട്രെൻഡാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഗ്രോത്ത് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പ്രൈസ് ഒക്കെ കൂടുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഇങ്ങനെ കൂടുന്നുണ്ടാവും, നല്ലൊരു ലെവൽ വെച്ച് ഒറ്റയടിക്ക് ഇങ്ങനെ കയറി പോകുന്നല്ല, പ്രൈസ് കൂടുന്നുണ്ടാവും. ഇതാണ് എന്ത് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ഇതാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് താഴോട്ടായിരിക്കും, അതായത് സപ്ലൈ കൂടുതലായിട്ട് മാർക്കറ്റ് താഴോട്ട് പോവുമായിരിക്കും ചെയ്യുന്നത്. ഇതാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് കൂടുതലും സെല്ലേഴ്സ് ആണ് ഈ സമയം മാർക്കറ്റിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതാണ് നമ്മളുടെ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത്. സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അപ്പ് ട്രെൻഡും അല്ല ഡൗൺ ട്രെൻഡും അല്ല, ഇത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈഡ് വേസ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു ലെവലിനുള്ളിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ 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 മുകളിലോട്ടും പോകുന്നുണ്ടാവും, താഴോട്ടും പോകുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത്, ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആയിരിക്കും ചാർട്ട് മൂവ് ചെയ്യുന്നുണ്ടാകുക. ഇത് ഞാൻ കുറച്ചുകൂടെ ടെക്നിക്കൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഞാൻ ലാപ്ടോപ്പിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കുറച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ നേരെ നമുക്ക് ചാർട്ടിലൊന്ന് കാണാം. ഈ ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇത് എന്താ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഇത് ഇനി ഒരു വീഡിയോയിൽ ചാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ NSE BSE ഇതൊക്കെ കണ്ടില്ലേ, അതിനെ ഒന്ന് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് ചാർട്ടിൽ എങ്ങനെയാണ് വരുന്നത്, ഇത് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ട്രേഡിംഗ് വ്യൂ എന്നാണ് പേര്. നമുക്ക് എന്താണ് ബ്രോക്കറിൽ ഇതുപോലെ ചാർട്ടും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിത് ബ്രോക്കറിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാനിപ്പോൾ ഒരു ചാർട്ട് നോക്കുകയാണ്. ഇപ്പം നമ്മൾ റിലയൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുവാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും റിലയൻസ്. ഞാൻ റിലയൻസ് എന്ന് സെർച്ച് ചെയ്ത് കണ്ടോ, റിലയൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് എനിക്കിവിടെ കാണാൻ പറ്റും. റിലയൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും. റിലയൻസിൻ്റെ സ്റ്റോക്കിൻ്റെ ഇവിടെ NSE എന്നും കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ താഴെ BSE എന്നും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ നടുക്കത്തെ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ വിടുക, അത് ഡെറിവേറ്റീവ് ആണ്, അത് നമുക്ക് വിടാം, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത് ആദ്യത്തെ എന്താണ് റിലയൻസിൻ്റെ NSE എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, BSE എന്നും കാണാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും എന്താണ് സെയിം തന്നെയാണ്, 2 എക്സ്ചേഞ്ചസ് ആണെന്നേ ഉള്ളൂ. ഈ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എന്താണ് 2 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. NSE ഉണ്ട്, BSE ഉണ്ട്. ഇത് 2 നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. 2ൽ ഓൾമോസ്റ്റ് സെയിം പ്രൈസും തന്നെയായിരിക്കും, സിമിലർ പ്രൈസ് തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഈ റിലയൻസിന്റെ വില എന്ന് പറയുന്നത്. 1515 രൂപയാണ് ഈ റിലയൻസിന്റെ വില. ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇനി
ഇവിടെ കണ്ടോ, ഇവിടെ ഈ ചാർട്ടിൽ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഈ ക്യാൻഡിൽസും കാര്യങ്ങളും ഈ ഒരു ചാർട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്നിക്കലി നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് മാർക്കറ്റിനെ ടെക്നിക്കലി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, ഇതുപോലെ ഈ ചാർട്ടുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് വരുന്നത്, ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നോക്കുക, കണ്ടോ, ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നോക്കുക എന്ന് വിചാരിച്ചു, കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇത് മാത്രം നമ്മൾ നോക്കുകയാണ്. ഇത് കണ്ടോ, ഇത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ഇതെന്താണ്, കൺസോളിഡേഷൻ ആണ്. കാരണം മാർക്കറ്റ് ഈ ഒരു ഭാഗം മാത്രം നോക്കുമ്പോൾ ഒരുപാട് മൂവ് ചെയ്യുന്നില്ല, ആ ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്, കൺസോളിഡേഷൻ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് നമുക്ക് നോക്കാം. ഓക്കെ, കംപ്ലീറ്റ്ലി ഇതല്ല, എന്നാലും നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നേരെ അപ്പ്, പിന്നെ ഒരു കൺസോളിഡേഷൻ, പിന്നെ അപ്പ്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് എന്ന് പറയാം. ഒരു കുറച്ചുകൂടെ ലോങ്ങർ ഇതാട്ടോ. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിലോ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണാം. കണ്ടോ, പ്രൈസ് ഇങ്ങനെ താഴോട്ട് താഴോട്ട് താഴോട്ട്, ഇതേ കണ്ടോ, ഇങ്ങനെ പ്രൈസ് താഴോട്ട് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതെന്താണ്, ഡൗൺ ട്രെൻഡ് ആണ്. കണ്ടോ, ഡൗൺ ട്രെൻഡ് ആണ്, ഇങ്ങനെ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു അപ് ട്രെൻഡ് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു എന്താണ്, കമ്പനി എപ്പോഴും അപ് ട്രെൻഡ് മാത്രമായിരിക്കും മൂവ് ചെയ്യുക, എപ്പോഴും ഡൗൺ ട്രെൻഡ് മാത്രമായിരിക്കും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൺസോളിഡേഷൻ ആയിരിക്കും, അല്ല, ഇതെല്ലാം ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. കണ്ടോ, ഇതിങ്ങനെ മേളിലോട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഒരു അപ് ട്രെൻഡ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു കമ്പനി എന്ന് പറയുന്നത് സീരീസ് ഓഫ് മൂവ്മെന്റ്സ് ത്രൂ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് അപ് ട്രെൻഡും ആകാം, ഡൗൺ ട്രെൻഡും ആകാം, സൈഡ് വേസ് ട്രെൻഡും ആകാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചാർട്ടിൽ മൂവ്മെന്റ്സ് വരുന്നത്. അപ്പോൾ സോ ഈ വീഡിയോ ത്രൂ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ് എന്താണ്, ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ്, പിന്നെ ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള വീഡിയോസും ചെയ്യാവുന്നതാണ്. സോ ഇനിയും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണുന്നുണ്ട്. ബൈ.